ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ഗ്രാൻഡ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ തന്നെ ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ്. നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അതുപോലെ തന്നെ നമുക്ക് കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ ഈ ദോശ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ദോശ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് പച്ചരി ഞാനൊരു 5 മണിക്കൂർ നേരം ഒന്ന് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. എന്നിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കപ്പ് പച്ചരി കൊണ്ട് ഏകദേശം ഒരു 10-12 ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളത്തിൽ ഞാനൊരു 1/4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് അതേ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ തേങ്ങ ചിരവിയത്, ഒരു 10 ചെറിയ ഉള്ളി, 3 വറ്റൽമുളക്, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ മുളകിൻ്റെ എണ്ണം കുറക്കാം. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ടും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ദോശ കഴിക്കാൻ. ഇനി ഇതിലേക്ക് ഞാനൊരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കുറച്ച് ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇനി ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ദോശത്തവയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്കൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഓരോ തവി മാവും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ ഒരു 30 സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേനും വെന്തിട്ടുണ്ടാകും. ഇനി നമുക്കിത് നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് തയ്യാറാക്കി എടുക്കാം കേട്ടോ. നമുക്ക് ഈ ദോശ പിന്നെ ഇതുപോലെ ഇരുമ്പ് ദോശ തവയിൽ ചുടുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇതുപോലെ ഞാൻ എല്ലാ ദോശയും ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഈ ദോശ വെറുതെ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഒരുപാട് കഴിച്ചു പോകട്ടോ, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇനി ദോശ ഉണ്ടാക്കുന്ന സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഈ ദോശയിൽ ചെറിയ ജീരകം, ചെറിയ ഉള്ളി, അതുപോലെ തന്നെ വറ്റൽമുളക്, കറിവേപ്പിലൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമ്മുടെ ഈ ദോശയ്ക്ക്. സത്യം പറഞ്ഞാൽ നമുക്ക് കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, അത് ചൂടോടെ തന്നെ വെറുതെ കഴിച്ചു പോകും. അപ്പോൾ പിന്നെ നമ്മൾ ഇത് എളുപ്പമാണ് ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിൽ ട്രൈ ചെയ്യാൻ പറ്റിയൊരു ദോശയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടിക്കാരാണെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ ദോശയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.